നമസ്കാരം. നാം ഏവരും ചർച്ച ചെയ്യാൻ മറന്നുപോയ അല്ലെങ്കിൽ പല മാധ്യമങ്ങളും തിരസ്കരിച്ച പാലക്കാട്ടൊരു പ്രധാന വാർത്തയുണ്ട്. ഏറെ ഭീതിജനകമായ ഭയാനകരമായ ഒരു നിമിഷത്തിലൂടെയാണ് പാലക്കാട് നഗരം കടന്നുപോകുന്നത്. ഇപ്പോൾ മാധ്യമങ്ങളിൽ കാണുന്ന ആരോപണങ്ങളല്ല, അത് വ്യക്തികേന്ദ്രീകൃതവും രാഷ്ട്രീയ താൽപ്പര്യങ്ങൾ നിറഞ്ഞതു മാത്രമാണ്. അത്തരം വിഷയങ്ങളിൽ ആരോപണ വിധേയർ അവരുടെ നിരപരാധിത്വം തെളിയിക്കുന്നതോടുകൂടി ഈ വിഷയങ്ങളിൽ ഒരു അന്തിമം ഉണ്ടാകും. പക്ഷേ അതിലുപരി നാം ശ്രദ്ധിക്കേണ്ട ഒരു വിഷയം, പാലക്കാട് നഗരസഭയ്ക്കകത്ത് BJP ഭരിക്കുന്ന നഗരസഭയ്ക്കകത്ത് RSSനും സംഘപരിവാർ പ്രസ്ഥാനങ്ങൾക്കും മാത്രം സ്വാധീനമുള്ള വടക്കന്തറയ്ക്കകത്തുള്ള RSSൻ്റെ നിയന്ത്രണത്തിലുള്ള ഒരു വിദ്യാലയത്തിൽ നിന്ന്, വ്യാസവിദ്യാപീഠത്തിൽ നിന്ന് ബോംബ് കിട്ടിയതുമായി ബന്ധപ്പെട്ടൊരു വാർത്ത ചിലർ അറിഞ്ഞു കാണും. ആ FIRൽ അത് കേസായി ആ FIRൽ വന്നിരിക്കുന്നത് ആ വിദ്യാലയത്തിന് പുറത്ത്, ഗേറ്റിന് പുറത്ത് ഒരു വിദ്യാർത്ഥിക്ക് ബോംബ് കിട്ടിയെന്നും അത് കളിപ്പന്താണെന്ന് കരുതി വീട്ടിൽ പോയി ഉപയോഗിക്കാൻ നിന്ന സമയത്ത് രക്ഷിതാക്കൾ അത് പരിശോധിച്ചത് വലിച്ചെറിയെന്ന് പറഞ്ഞ സമയത്തുണ്ടായ അപകടത്തെ തുടർന്നാണ് ഇത് വാർത്തയാകുന്നതും നാലാൾ അറിയുന്നതും. ഇതിനെ തുടർന്ന് പോലീസ് അന്വേഷിക്കുകയും ബാക്കി ബോംബുകൾ കിട്ടുന്നത് സ്കൂൾ കോമ്പൗണ്ടിനകത്ത്, ശ്രദ്ധിക്കണം, മതിലിന് പുറത്തല്ല, സ്കൂൾ കോമ്പൗണ്ടിനകത്താണ് ഈ ബാക്കിയുള്ള ബോംബുകൾ മണ്ണിനടിയിൽ നിന്ന് ലഭിക്കുന്നത്. BJPയും സംഘപരിവാർ പ്രസ്ഥാനങ്ങളും ഉടനെ തന്നെ സമരം ചെയ്യുകയും പ്രതിഷേധം അറിയിക്കുകയും ഇത് അവരെ ആക്രമിക്കാൻ ആരോ കൊണ്ടുവച്ചതാണെന്നാണ് അവർ വേഗം ഈ വാർത്തയെ വളച്ചൊടിക്കാൻ ശ്രമിച്ചത്. അവർക്ക് ശക്തി കേന്ദ്രമുള്ളൊരു സ്ഥലത്ത് ആരാണ് വന്ന് വയ്ക്കുക എന്ന് നമ്മളൊന്ന് അരിയാഹാരം കഴിക്കുന്നവർ ചിന്തിക്കുക. പിന്നെ ഗേറ്റിന് പുറത്താണ് ബോംബ് കിട്ടിയതെങ്കിൽ എങ്ങനെ സ്കൂളിനകത്ത് പോലീസിന് ഈ ബോംബ് കിട്ടി? അപ്പോൾ എന്തുകൊണ്ടാണ് FIRൽ ഗേറ്റിന് പുറത്ത് വന്നത്? ആ വിദ്യാലയത്തിന് ഈ കേസ് ബാധിക്കാതിരിക്കാൻ വേണ്ടി FIRൽ ചില ക്രമക്കേടുകൾ നടന്നിട്ടുണ്ട് എന്നുള്ളത് പല മാധ്യമങ്ങൾ വഴിയും ഇപ്പോൾ ആരോപണം വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ആർക്ക് വേണ്ടിയാണ്, ആരെ സംരക്ഷിക്കാനാണ് പോലീസ് ഈ കാര്യങ്ങൾ ചെയ്യുന്നതെന്ന് സമൂഹം ചർച്ച ചെയ്യപ്പെടണം. ഈ വിദ്യാലയത്തിൽ അങ്ങനെ ബോംബ് വയ്ക്കുമ്പോൾ ഏത് കുഞ്ഞുങ്ങളെ കൊല്ലാനാണ് ഇങ്ങനൊരു പ്ലാൻ ഉണ്ടാവുക? അത് ഒരു തരത്തിലും നീതീകരിക്കാൻ നമുക്ക് സാധിക്കില്ല, ന്യായീകരിക്കാൻ സാധിക്കില്ല. ബോംബ് ഉണ്ടാക്കിയ വ്യക്തികൾ തന്നെ അത് ആരാണ്, ആ സമൂഹത്തിനകത്ത്, അവിടെ സ്കൂളിനകത്ത് അവിടെ സ്വാധീനമുള്ള വ്യക്തികൾ തന്നെ വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പുകളെ അട്ടിമറിക്കാൻ വേണ്ടിയിട്ടുള്ള വർഗീയ ശ്രമങ്ങൾ നടത്തുന്നതിൻ്റെ മുന്നൊരുക്കങ്ങളുടെ ഭാഗമായിട്ടാണ് ഈ ബോംബ് ഉണ്ടാക്കിയതെന്ന് വ്യക്തമാണ്. കാരണം നമുക്കറിയാം, പണ്ട് മലപ്പുറം ജില്ലയിൽ ശ്രീകൃഷ്ണ ജയന്തിക്ക് ബോംബ് നിർമ്മിച്ച് സ്വയം അത് ആക്രമണം നടത്തി അത് മറ്റു മതസ്ഥരെ മണ്ടയിലിട്ടതിന് ശേഷം ഒരു വർഗീയ ലഹള ഉണ്ടാക്കാൻ RSSകാർ ശ്രമിക്കുകയും ആ ബോംബ് നിർമ്മാണത്തിനിടയ്ക്ക് തന്നെ അങ്ങനെ ആ പ്ലാനിൻ്റെ ഇടയ്ക്ക് ഉണ്ടായുള്ള ബോംബ് നിർമ്മാണത്തിനിടയ്ക്ക് ആ ബോംബ് പൊട്ടി ഒരാൾ മരിക്കുകയും ആ കേസ് അന്വേഷിച്ച് അന്നത്തെ ജില്ലാ പോലീസ് മേധാവി പറയുന്നത് ദൈവം നമ്മളെ രക്ഷിച്ചു എന്നുള്ളതാണ്. അതേപോലെ തന്നെ പാലക്കാട് നഗരസഭയിൽ സംസ്ഥാനം ഒട്ടൊക്കെ വരാനിരിക്കുന്നത് ഗണേശോത്സവവും ശ്രീകൃഷ്ണ ജയന്തിയുടെയും ഘോഷയാത്രകളാണ്. പാലക്കാട് നഗരസഭ BJP ഭരിക്കാൻ തുടങ്ങി 2 തവണയായി. എന്നിരുന്നിട്ട് പോലും അവരുടെ സമൂഹത്തിനകത്ത്, പ്രവർത്തകർക്കിടയിൽ പോലും അവരുടെ നേതാക്കളുടെ പ്രവർത്തികൾ കാരണവും പല കാരണങ്ങൾ കൊണ്ടും, ആഭ്യന്തര കലഹം കാരണം കൊണ്ടും വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലും അതുപോലെ തന്നെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിലും BJP നേരിടാൻ പോകുന്നത് കനത്ത തോൽവിയാണ്. അതിനെ മറികടക്കണമെങ്കിൽ അവരിൽ നിന്ന് വിട്ടുനിൽക്കുന്ന പ്രവർത്തകർ, അവരിൽ നിന്ന് വിട്ടുനിൽക്കുന്ന ബഹുഭൂരിപക്ഷം ഹിന്ദു സമൂഹം, ഇവരെല്ലാവരും അവരുടെ കൂടെ ഒരുമിച്ച് നിൽക്കണമെങ്കിൽ ഒരേ ഒരു പോംവഴിയേ ഹിന്ദു മുസ്ലിം ലഹള. ഇത് മുന്നിൽ കണ്ടുകൊണ്ട് തന്നെയാണ് BJP പ്രവർത്തകർക്ക് പോലും അറിയാത്ത, നിഷ്കളങ്കരായ പ്രവർത്തകർക്ക് പോലും അറിയാത്ത PR ഏജൻസികളുടെ പ്ലാൻ പ്രകാരം അവിടെ ബോംബ് നിർമ്മിച്ചതിന് ശേഷം ഈ വരാനിരിക്കുന്ന ശോഭയാത്രകളെ ആക്രമിക്കുന്ന തരത്തിൽ ഹിന്ദു മുസ്ലിം വർഗീയത, നമുക്കറിയാം ഈ RSSൻ്റെ കോട്ടകൾക്ക് അടുത്ത് തന്നെയാണ് മുസ്ലിം ഭൂരിപക്ഷ പ്രദേശങ്ങളുള്ളത്. പറക്കന്നം ഉൾപ്പെടെ നരിക്കുനി ഉൾപ്പെടെയുള്ള ഒരുപാട് പ്രദേശങ്ങളുണ്ട്. മുൻപും ഇവിടെ കലാപങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പല ഭാഗത്തും പാലക്കാട് നഗരത്തിനകത്ത് SDPIക്കും പോപ്പുലർ ഫ്രണ്ടിനും സ്വാധീനമുള്ള സ്ഥലങ്ങളുണ്ട്. അത്തരം സ്ഥലങ്ങളിലൂടെയും ഈ ഘോഷയാത്രകൾ കടന്നു പോകുന്നത്. അത്തരം സമയങ്ങളിൽ, സന്ദർഭങ്ങളിൽ ഇത്തരം ഒരു നീക്കത്തിന് നേരെ, ഈ ഒരു ഘോഷയാത്രയ്ക്ക് നേരെ ആക്രമണം, സ്വയമേവ ഉണ്ടാക്കിയെടുക്കുന്ന ആക്രമണങ്ങൾ ഉണ്ടായാൽ സ്വാഭാവികമായിട്ടും ഹിന്ദു ഏകീകരണം, വിഘടിച്ച് നിൽക്കുന്ന ഹിന്ദു ബെൽറ്റുകളിൽ, ഹിന്ദു വോട്ടുകളിൽ ഏകീകരണം ഉണ്ടാക്കാൻ വേണ്ടി, സമൂഹത്തിൽ വർഗീയ ലഹളയുണ്ടാക്കാൻ വേണ്ടിയുള്ള തയ്യാറെടുപ്പുകളുടെ ഭാഗമായിട്ടാണ് ആ ബോംബ് നിർമ്മിച്ചത് എന്നതിൽ വ്യക്തമാണ്. ഇല്ലെങ്കിൽ ഇവർ തന്നെ സമ്മതിക്കണം. കാരണം ഇവരുടെ ശക്തി കേന്ദ്രങ്ങളിൽ
മൂന്നാമതൊരു വ്യക്തി വന്ന് ബോംബ് നിർമ്മിച്ച് അതിനകത്ത് കുഴിച്ചിട്ട് പോയി എങ്കിൽ ഇവർ എന്ത് സംഘടിത ശക്തിയാണ് ഈ RSSൻ്റെ കേന്ദ്രങ്ങളിൽ പറയുന്നത്? അപ്പോൾ ഇവർ തന്നെ തുറന്ന് സമ്മതിക്കുകയാണോ ഞങ്ങൾ ഈ കാണിക്കുന്നതും പ്രവർത്തിക്കുന്നതെല്ലാം പ്രഹസനമാണ്, ഇവർ പറയുന്ന ഹിന്ദുപക്ഷവും ഹിന്ദുക്കൾക്ക് വേണ്ടി വാദിക്കുന്നതും എന്നൊക്കെ പറയുന്നത് വെറും വാചാടോപം മാത്രമാണെന്ന് ഇവർ തുറന്ന് സമ്മതിക്കുകയാണോ? കാരണം നമ്മൾ കണ്ടതാണ് പട്ടാപ്പകൽ SDPIക്കാർ RSSൻ്റെ കോട്ടയിൽ കയറി ഒരു നേതാവിനെ ആക്രമിച്ച് കീഴ്പ്പെടുത്തി കൊലപ്പെടുത്തിയ കാഴ്ച നമ്മൾ കണ്ടതാണ്. പാലക്കാട് നഗരത്തിൽ അങ്ങനെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും രാഷ്ട്രീയ വൈരാഗ്യം തീർക്കാൻ ആളുകളെ വെട്ടിക്കൊല്ലുന്ന ഒരു നഗരമാക്കി RSSും SDPIയും ആ സമൂഹത്തെ അങ്ങനെ ആക്കി മാറ്റിയെടുത്തു. അപ്പോൾ ഇനിയും ഒരു വർഗീയ ലഹള താങ്ങാൻ, അത്തരത്തിലുള്ള അവസ്ഥയുണ്ടാകാൻ പാലക്കാട് നഗരത്തിന് സാധ്യമല്ല. ഇവരുടെ രാഷ്ട്രീയ ലാഭത്തിന് വേണ്ടി ഭരണവർഗങ്ങൾ ഏതെങ്കിലും തരത്തിലുള്ള നീക്കുപോക്കുകൾക്ക് ഈ പറയുന്ന സംഘപരിവാർ പ്രസ്ഥാനങ്ങൾക്ക് കൂട്ടുനിന്നാൽ വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിനെ അട്ടിമറിക്കാൻ വേണ്ടി കൂട്ടുനിൽക്കരുതെന്നുള്ള ഒരു അപേക്ഷ കൂടിയും ഭരണകൂടത്തിനോടുണ്ട്. നിങ്ങൾ നിഷ്പക്ഷമായിട്ട് അന്വേഷണം നടത്തുകയാണെങ്കിൽ ഈ ബോംബ് വെച്ചത് ആരാണ് എന്നുള്ളത് ആ നഗരസഭയ്ക്കകത്ത് തന്നെ, ഈ പറഞ്ഞ പ്രദേശത്തിനകത്ത് തന്നെ പ്രതികളെ സുഖമായി കണ്ടെത്താൻ സാധിക്കും. ഇതിനെ കൃത്യമായി അന്വേഷിച്ച് നടപടിയെടുക്കണം. കുറ്റക്കാരായ ആളുകളെ ഉടനെ കണ്ടെത്തണം. കാരണം ഈ ബോംബ് കണ്ടെത്തിയിട്ടുള്ളത് പിഞ്ചുമക്കൾ പഠിക്കുന്ന ഒരു വിദ്യാലയത്തിലാണ്. ഇത്രയ്ക്കും ക്രൂര മനസാക്ഷി ഉള്ള ആ വ്യക്തികളെ ഉടനെ തന്നെ കണ്ടെത്തി പൊതുസമൂഹത്തിന് മുന്നിൽ ഹാജരാക്കണം.